ചിലർ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ എന്നാത്തിനാ പ്രാർത്ഥിച്ചിട്ട് ഇതല്ലേ ഗതി എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലാ, കോളേജിൽ അല്ലെങ്കിൽ വിസ പാസ്സായില്ലെങ്കിലാ ഉടനെ ഇവർ ദൈവത്തോട് ഇതുപോലെയുള്ള ഒരു സ്ട്രൈക്ക് കാണിക്കും. എന്നാത്തിനാ പ്രാർത്ഥിച്ചത്, എല്ലാവരും കയറിപ്പോയി, ഞാൻ മാത്രം കരയിലായെന്ന് പറയും. അപ്പോൾ അതിൻ്റെ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ ടൈപ്പാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമല്ലോ. അതാണ് ഏറ്റവും വലിയ, നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. കാര്യം നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയാമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയണ പാട്ട് നിൽക്കത്തില്ല ഇത്. കാര്യം എന്താ, ഈശോയ്ക്ക് അറിയാം എപ്പോഴാണ് വരേണ്ടതെന്ന്, നിനക്ക് എപ്പോഴാണ് ജോലി കിട്ടേണ്ടത്, നീ എപ്പോഴാണ് കിട്ടേണ്ടത്, നിനക്ക് എപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാവേണ്ടത്, എല്ലാം ദൈവത്തിനൊരു കണക്കുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ മനസ്സിലെ കണക്കിനോട് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ നമ്മുടെ മനസ്സ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് വേറെ ആൾക്കാരുടെ മനസ്സിലാണ് നമ്മുടെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ജോലി കിട്ടി, അവർ കെട്ടിപ്പോയി, ഇവർക്ക് വിസ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷനല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ഉണ്ടാക്കണം അല്ലല്ലോ, നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷന് ദൈവം എന്ത് ചെയ്യാനാ? നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്ത കൊണ്ട് നീ അവിടെ കൂടെ ചടിയതല്ലേ. ഇതുപോലെ ഉള്ള സംഭവമാണ് മറിയവും കെറിയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ആലപ്പുഴ ലാംഗ്വേജാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ മനസ്സ് നീരസമായിട്ട് മാറി നിൽക്കത്തില്ല, സഹകരിക്കാതെ. അതിന് ഈ നാട്ടിൽ പറയുന്നൊരു വാക്കാണത്. എല്ലാവർക്കും അതറിയാമെന്ന് അറിയത്തില്ല, എന്തായാലും ഇതാണ് സംഭവം. പക്ഷെ നമ്മളും ഇതുപോലെ നമ്മൾ കാണിക്കുന്ന ദൈവത്തോട് എന്തെങ്കിലും മകളുടെ കല്യാണം നമ്മൾ ആ ചെറുക്കൻ നല്ല ചെറുക്കനായിരുന്നു, ആ ചെറുക്കൻ നല്ല ചെറുക്കനാണ്, ഇവളെ പിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞ് ചെറുക്കൻ വരുന്ന കാണുമ്പോൾ ഇവൾ വലിയ സ്റ്റൈല് കാണിക്കും. അങ്ങനെ ആ കല്യാണം പോയി കിട്ടി. അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് വെച്ച് ഇവളുടെ അടുത്തേക്ക് കയറാനായി, എന്നപ്പോൾ നിങ്ങൾ എന്നെ കെട്ടിക്കണേ കാണുന്ന ഇവളുമായി. ഇങ്ങനെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യനാണ്, പക്ഷെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ് ചിലർ. ഇവളും അതുപോലെ തന്നെ അഭ്യാസം കാണിച്ചു. കാലം തള്ളിപ്പോയി അറിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിനല്ല നിങ്ങൾ കുറ്റം പറയേണ്ടത്. നിങ്ങൾ കാണിക്കുന്ന ഓരോരുത്തരം ചവിട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മളെ കൊണ്ട് നാശകോടാലിയാക്കണത്. ഇപ്പോൾ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഈ സബ്ജക്റ്റ് എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്താണ് ഗുമ്മുള്ള സബ്ജക്റ്റ് നോക്കി എടുക്കുകയാണ്. നാട്ടുകാരെ കേട്ട് കഴിഞ്ഞാൽ കേട്ടില്ല, തട്ട് കിട്ടുന്ന സബ്ജക്റ്റ്. എന്നാൽ ഈ സംഭവത്തിന് ചെയ്യാനുള്ള കഴിവുണ്ട് അതിൽ താനും. അപ്പം ഈ ആർക്കോ വേണ്ടി, ആരുടെയോ മുമ്പിലൊക്കെ ആളാകാൻ വേണ്ടി കാണിക്കുന്ന ഓരോ സംഭവങ്ങൾ, അതുകൊണ്ടല്ലേ പല ആൾക്കാരും നാട്ടിൽ പഠിക്കാത്തത്. പറയണത് എന്താണ്, ജോലി കിട്ടത്തില്ലെന്നാണ് പറയണത്. പിന്നെ ഇവിടെ ആരും ജോലി കിട്ടേണ്ടിയില്ല. അപ്പം അതല്ല പ്രശ്നം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുറേ പേര് വെറുതെ പോയതാണ്. വിദേശത്ത് പോയില്ലേ, കുറേ പേര് വെറുതെ പോയതാണ്. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയണേ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് അവർക്ക് ദൈവസംരക്ഷണം കിട്ടാത്ത പലപ്പോഴും. അപ്പം ഇങ്ങനെ വെറുതെ പോയി പണി മേടിച്ചിട്ട് ആൾക്കാർ നിങ്ങൾ നല്ലവണ്ണം അനുതാപപ്പെട്ടിട്ട് നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തും, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കരുതലായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. എന്നാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ വെറുതെ മത്സരം പിടിച്ച് ഇരുട്ട് കൊണ്ട് ഊട്ടടച്ച് പിന്നെയും ഒരു അരിശം കൊണ്ട് ചാടിയിട്ട് പല അരിശം എടുത്തിട്ട് കാര്യമില്ല. അവിടെ മറിച്ച് എല്ലാം നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ മനസ്സ് അംഗീകരിച്ചിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ എല്ലാ തരത്തിലും ഒരു ദൈവത്തിന് സ്വീകാര്യമായ ഒരു വ്യക്തിയായിട്ട് മാറണം. നോൻപ് കാലത്ത് ആ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. മറിയത്തിനുണ്ടായത് എന്താണ്, മറിയം ഇങ്ങനെ കെറിയിച്ചും കർത്താവിനോട് മറുത്ത് ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്നെങ്കിലും കർത്താവ് അവളെ വിളിക്കാൻ പറഞ്ഞ്. അതാണ് ഞാനാണ് കർത്താവ് സത്യമായിട്ട് വിളിപ്പിക്കത്തില്ലായിരുന്നു, ഇരിക്കണൊക്കെ അവിടെ ഇരുന്നിട്ടെന്ന് വിചാരിക്കും. അവൾക്ക് അതിനുള്ള യോഗമില്ലെന്ന് പറയും. പക്ഷേ ഈശോ എന്തോ ഒരു വലിയ ആളാണ്. അവളെ വിളിച്ചു എളിമയോടെ, അവളെ തോപ്പിച്ച് നോക്കിയാ. പക്ഷേ അവളെ വിളിച്ചു. ഇതിൽ മാർത്തായോട് പറഞ്ഞു മുഴുവൻ അവളോടും പറഞ്ഞു. ഒരു കാര്യമില്ലേ, ഈശോനെ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ മാർത്താട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ പറഞ്ഞതാണ്, നിങ്ങൾ നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. അപ്പോൾ മാർത്ത പറയും, അന്തിമനാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പോഴും മാർത്ത പറഞ്ഞു, ഞാൻ അങ്ങ് ലോകത്തിലേക്ക് വരുന്ന മിശിഹായാണെന്ന്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് തീർന്ന ആ ക്ലാസ് കഴിഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് മറിയം വരുമ്പോൾ വീണ്ടും ഈശോ ആ ക്ലാസ് ആവർത്തിക്കും, അവർക്ക് വേണ്ടി മാത്രം. എന്ത് ഈശോയാണ് നമുക്കൊരു പിടിയില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ അവൾ പറയും, പക്ഷേ
ഉയർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ലാസർ പിന്നെ ഇവള് സംസാരിച്ചിട്ടില്ല. ഇവരൊക്കെ ഇരുട്ടത്തെ അട്ടിക്കിട്ടിയ പോലെ, മുതുകത്ത് അട്ടിക്കിട്ടിയ പോലെ. എന്താണ്? ഇത്രയും തനിക്ക് വേണ്ടി മാത്രം തന്നെ വിളിപ്പിച്ചു, തനിക്ക് വേണ്ടി മാത്രം അത് വീണ്ടും ആ സിലബസിൽ ആ ക്ലാസ് എടുത്തിട്ട് അവസാനം തൻ്റെ ആങ്ങളെ ഉയർപ്പിച്ച് കൈ തന്നില്ലേ? ആ കർത്താവിനോട് താൻ വന്നപ്പോൾ പോയില്ലല്ലോ, താനാണല്ലോ നിജത്രം കാണിച്ചത്, നന്ദികേട് കാണിച്ചതെന്ന് ഓർത്തിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ അവൾ ചെയ്ത അത്രൈ പ്രയോഗമാണ്. കർത്താവിനെ വീട്ടിലോട്ട് വിളിച്ച് വിരുന്നിനെ വിളിച്ചിട്ട്, എന്തിനാ ഈ അറിയുമായിരിക്കും ഈ വിരുന്നിനൊക്കെ വിളിച്ചിരിക്കണതേ, വിളിച്ച് അവൾ അത്രയും നാൾ പണി ചെയ്ത കാശിൻ്റെ സുഹൃത്തം പുകന്തം എടുത്തിട്ട് കർത്താവിൻ്റെ പാദങ്ങളിൽ ഒഴുക്കി, എന്നിട്ട് തലമുടി കൊണ്ട് തുടച്ച് അവൾ സോറി പറയുന്നതിന് വേണ്ടി ചെയ്ത പരിപാടി അതല്ല, കർത്താവിൻ്റെ നിലവാരത്തിന് പറ്റിയൊരു സോറി ആയിരുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുന്ന കൊള്ളാം, പക്ഷെ എൻ്റെ മക്കളെ, കർത്താവിൻ്റെ നിലവാരത്തിനൊത്ത് മറിയത്തിൻ്റെ മാതൃകയിലൊരു മാനസാന്തരം വേണം. എന്നാൽ സൂപ്പറായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.